ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സഫലമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ ശക്തിയും ഈ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു. നമുക്കിന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, മൂവ് ഓൺ എന്നീ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ ഇനി എന്താണ്, നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിച്ചതിനായി നന്ദി. എൻ്റെ കാർഡിനെ ഞാൻ യൂണിവേഴ്സിൻ്റെ ശക്തിയിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വ്യൂസിന് വേണ്ടതായിട്ടുള്ള കറക്റ്റ് ഗൈഡൻസ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസിനുള്ള മറുപടി, യൂണിവേഴ്സിൻ്റെ ശക്തിയിൽ നിന്നും എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മറുപടി. ഇനി എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്? താങ്ക് യു. The star. Thank you universe. Thank you universe. Thank you. താങ്ക് യു ന്യൂസ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട റീഡിംഗ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 17 വന്നിട്ടുണ്ട്, 5, 16, 8, 7, 10, 1, 15, 5, ആവർത്തിച്ചു 1, 3, 8. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കാം. C, M, I, J, O, K, N, R, Z, R, G, S, W, C, S. ഓക്കെ, ഏരീസ്, ടോറസ്, ജെമിനി, മേടം, ഇടവം, മിഥുനം, ക്യാൻസർ, ലിയോ, വെർഗോ, കർക്കിടകം, ചിങ്ങം, കന്നി, ലിബ്ര, സ്കോർപിയോ, സജിറ്റേറിയസ്, തുലാം, വൃശ്ചികം, ധനു, കാപ്രിക്കോൺ, അക്യൂരിയസ്, സ്പൈസീസ്, മകരം, കുംഭം, മീനം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് സ്റ്റാറാണ്. നിങ്ങൾ ഇനി ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങാൻ പോകുന്നു. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു തലത്തിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ മാറ്റാൻ പോകുന്നത്. ബാലൻസിങ്ങിൽ വരികയാണ്. 2 ഓഫ് കപ്പ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. ക്യാൻസർ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം. ഓക്കെ, ഫെബ്രുവരി മാസമാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങൾ ബാലൻസിങ് വരികയാണ്. ഇപ്പോൾ ഇമോഷണൽ ആയിട്ടാണെങ്കിലും മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായോ അതിനെല്ലാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുക. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രീം നിങ്ങൾ കാണുക. ആ ഡ്രീം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഏറ്റവും ബ്രൈറ്റായിട്ട് നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന ചില വ്യക്തികൾ ചിലപ്പം മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതോ അപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്തുകൂടി ചില അരുവികളോ തോടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ചില വ്യക്തികൾ താമസിക്കുന്നിടത്ത് വളരെ നല്ല സീനറി ആയിരിക്കും. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള സീനറികളായിരിക്കും. ബേർഡ്സുകളെ മറ്റും ചെറിയ ബേർഡ്സുകളൊക്കെ നിങ്ങളോടൊപ്പം കാണും. നിങ്ങൾ വളർത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഗാർഡനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
സെറ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ലൈഫിലേക്ക് അൺകണ്ടീഷണലായിട്ട് ഒരു സ്നേഹമാണ് വരാൻ പോകുന്നത്. ഇത്രയും നാൾ എന്തെങ്കിലും നീഡ്സിന് വേണ്ടിയിട്ടാണോ വ്യക്തികൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളത്? അതെല്ലാം മാറിക്കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഒരുപാട് അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്ന വിധത്തിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഒരുപക്ഷെ ഇതൊരു മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഒരുപാട് സ്നേഹവുമായിട്ട് ഒരുപാട് അട്രാക്ഷനോട് കൂടി നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരാൻ പോവുകയാണ്. ഒരു മാരേജിൻ്റെ ഓഫർ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തത് നോക്കാം. 5 ആണ് വന്നിരിക്കുന്നത്. മെയ് മാസമാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ്. കാരണം നഷ്ടപ്പെട്ടു പോയതൊന്നും നമുക്കുള്ളതല്ല എന്ന് ചിന്തിക്കുക. നമ്മുടെ ആയിരുന്നു എങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഇത്രയും പെയിൻ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഉടഞ്ഞു കിടക്കുന്നതായ കപ്പുകളുണ്ട്. ഒരു 3 കപ്പുകൾ ഇവിടെ ഉടഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഉടഞ്ഞു പോയത് കാർമിക്കാണ്. നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ ഈ വ്യക്തി നമ്മുടെ ലൈഫിൽ വരണമെന്നും സന്തോഷം തരണമെന്നും ഇത്രയും നാൾ നമുക്ക് പെയിൻ തരണമെന്നും നമ്മുടെ കർമ്മയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ കർമ്മ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൈഫിൽ വന്ന ചില വ്യക്തികളുണ്ട്. അപ്പം നിങ്ങൾ അതിനെ വീണ്ടും ഓർത്ത് ഇതുപോലെയുള്ള പെയിൻ സിറ്റുവേഷനിൽ നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഇപ്പോഴും വിഷമിച്ച് ഈ ഒരു ഹൃദയത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതായ മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. ചില വ്യക്തികൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പെയിനോട് കൂടി തന്നെ ഡിവോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. മറ്റ് ചില വ്യക്തികൾ നെഗറ്റീവായിട്ട് വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കൂ, ഞാൻ എൻ്റെ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും നെഗറ്റീവ് മാത്രമാണ്, ഇനി എൻ്റെ ലൈഫിൽ ഒരിക്കലും പോസിറ്റീവ് വരാൻ പോകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള കുറേ നെഗറ്റീവാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ, നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കാതെ ഒന്നും സാധിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കേണ്ടതും അതിലേക്കൊരു സ്റ്റെപ്പ് വെക്കേണ്ടതും നിങ്ങളുടേതായ ജോലിയാണ്. അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആ ഇമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമോഷൻ തകർന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നു എങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, പഴയ കാര്യങ്ങളിലേക്ക് വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് തന്നെയും ചാരിയറ്റ് ആയിരുന്നു. അപ്പം ചാരിയറ്റ് തന്നെ പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, നിങ്ങളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. 10 ആണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ മാസം നിങ്ങൾ ഒരുപാട് ഇവിടെ തളർന്നു പോയി, ഒരുപാട് വർക്ക് ചെയ്ത് ക്ഷീണിച്ച അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. മാനസികമായിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു, ഒരുപാട് എഫേർട്ട് ഇട്ടു. ഇത്രത്തോളം എഫേർട്ട്, സമയം, സ്നേഹം, ക്യാഷ് ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാനസികമായിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. ആ റിലേഷൻ തകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത എഫേർട്ടിന് ഒരു ഇതുമില്ല. നിങ്ങൾ തളർന്നിരിക്കുകയാണ്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് പോലും ആ റിലേഷനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് നശിച്ച് തന്നെ പോയി, അല്ലെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോയി എന്നതിൽ നിങ്ങളിപ്പോൾ വലിയ ഹാർട്ട് പെയിനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇത്രയും ഈ ഒരു കുട്ടിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ക്ലിയർ ആവുന്നില്ല, എൻ്റെ ക്യാമറ എല്ലാം പോയിരിക്കുന്നു.
ഓക്കെ, ഇതിൽ ഈ കുട്ടയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് ഇതിൽ കൂടിയും നിങ്ങൾ കാണാത്തതായ ഒരു കാര്യമുണ്ട്. ഒരു ഏഞ്ചലിൻ്റെ ഒരു സ്റ്റെം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാലാഖ വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു മാലാഖ നിങ്ങളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾക്കൊരാശ്വാസവുമായിട്ട് ഏഞ്ചൽ നിങ്ങളുടെ മുമ്പിൽ വരും. അധിക താമസമില്ലാതെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഏഞ്ചൽ എത്തിയിരിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എവിടെയാണോ ഹാർഡ് വർക്ക് ചെയ്തത് അതൊന്നും വെറുതെ ആയി പോകില്ല. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സഹായം ലഭിച്ചെന്ന് ഇരിക്കത്തില്ല. നമ്മളെ സഹായിക്കാൻ യൂണിവേഴ്സ് വേറെ എവിടെയെങ്കിലും ഒരാളിനെ, നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തിയായിരിക്കും. നമ്മുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും അല്ലാത്തൊരു വ്യക്തിയായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കരുത് നമ്മൾ കൊടുക്കുന്നിടത്തു നിന്ന് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന്. നമുക്ക് കിട്ടുന്നതിൻ്റെ വഴി മറ്റൊരു സാഹചര്യത്തിൽ കൂടി യൂണിവേഴ്സ് അതിന് തക്ക സമയത്തിൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്കുള്ള മെസ്സേജും കാര്യങ്ങളും ഇതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ പഠിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ നന്നാക്കുന്നതിനോ അവരുടെ ലൈഫിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെൻസ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ രണ്ട് മനസ്സോട് കൂടി ഇരിക്കുകയാണ്. നിങ്ങൾക്ക് റിലേഷനിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യണോ പോകണമോ? കാരണം ഇവിടെ വന്നിരിക്കുന്ന 8 ഓഫ് കപ്പാണ്. നിങ്ങൾ നിൽക്കണമോ, ഈ റിലേഷനിൽ നിൽക്കണോ പോണോ എന്നുള്ള രീതിയിൽ രണ്ട് മനസ്സോട് കൂടി നിൽക്കുന്നു. അത് രണ്ട് മനസ്സ് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ചോദിക്കാം, നിങ്ങൾ നിൽക്കണമോ, ഈ റിലേഷനിൽ നിൽക്കണമോ, ഇവിടെ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ എന്ന് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് നിൽക്കണമോ, ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറക്റ്റ് റീഡിങ് നൽകണമേ. എൻ്റെ വ്യൂസ് ഈ റിലേഷനിൽ നിൽക്കണമോ അത് മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അബണ്ടൻസ് യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക. ഹെറോഫൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ ചില വ്യക്തികൾക്ക് ഹെൽത്ത് പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട്. കഠിനമായ ഡിപ്രഷനിലേക്ക് ചില വ്യക്തികൾ പോകുന്നുണ്ട്. രാത്രി ഉറക്കമില്ല, സെഡേഷൻ ടാബ്ലറ്റ് കഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. യൂണിവേഴ്സിൽ സറണ്ടർ ആകുക. യൂണിവേഴ്സിലേക്ക് സറണ്ടറായി നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്തു പോകുക. നിങ്ങൾ ഒരിക്കലും ജഗിള് ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു സിറ്റുവേഷനിൽ ജഗിള് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോൾ ശരിയല്ല. നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില വ്യക്തികൾ ഇപ്പം ഡോക്ടറിനെ പോലും കാണുന്ന അവസ്ഥയിൽ കൂടി ഈ റിലേഷൻ വേസിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കുന്ന രീതി, തലവേദനയ്ക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷന് വേണ്ടിയിട്ടോ ഉള്ള ടാബ്ലറ്റ് എടുക്കുന്ന അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. എന്താണോ ചെയ്തത്, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. തിരിച്ചു വന്നിരുന്നാലും നിങ്ങൾക്ക് അതുപോലെയുള്ള സ്നേഹങ്ങൾ ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ യൂണിവേഴ്സ് ആ വ്യക്തിയെ എത്തിക്കും. എന്നാൽ ആ വ്യക്തി ചതിയും വഞ്ചനയുമാണ് നിങ്ങളോട് കാണിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ആ റിലേഷന് വേണ്ടിയിട്ട് ഇത്രയേറെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾക്ക് പെയിൻ സിറ്റുവേഷനാണ് ഇനി ലൈഫിലും ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് വരുത്താതെ അതിൽ നിന്ന് നിങ്ങളെ മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ സറണ്ടർ ആകുക, യൂണിവേഴ്സിൽ ഏൽപ്പിക്കുക. നിങ്ങളിപ്പോൾ ജഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് പരമായ ചില പ്രോബ്ലം ഉണ്ട് ചില വ്യക്തികൾ. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റെസ്റ്റ്ലെസ് ആകുന്നത്
അവസാനിപ്പിക്കുക. ഇത് വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡാണ് പിന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ, ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുകയാണോ, ആ ഒരു പെയിൻ സിറ്റുവേഷൻ പെട്ടെന്ന് സ്പീഡിന് ഒരു ടവർ വരാൻ പോവുകയാണ്. ആ ടവർ ഇപ്പം നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ, ഇപ്പോൾ സഡൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷ വാർത്ത വരാൻ പോവുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് അപമാനവും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. യൂണിവേഴ്സ് സഡൻ ആക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യത്തിന് ഒരു ടവർ വരാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ റെസ്റ്റ്ലെസ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണം, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട, ഇരിക്കണോ കിടക്കണോ, എന്ത് ചെയ്യണം, കുറച്ച് നേരം യൂട്യൂബ് നോക്കാം, യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് വേണ്ട അടുത്തത് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു റെസ്റ്റ്ലെസ് എങ്ങനെയാണോ അതുപോലത്തെ ഫീലിങ്സിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതിലേക്ക് നിങ്ങൾ കുറച്ച് നേരം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് സഡൻ വരാൻ പോകുന്നു. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന ആ ഒരു ടവർ, പെയിൻ, അപമാനങ്ങൾ, ദുഃഖങ്ങൾ, കാലജാദു എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും സഡൻ അവസാനിക്കാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് എത്രയും പെട്ടെന്ന് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഇത്രയും സ്പീഡിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്താണ്, ഇത്രയും സ്പീഡിൽ വരുന്നത് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ് മി. ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു റീഡിംഗ് ലഭിച്ചാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് ഇത്രയും സ്പീഡിന് വരാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. സണ്ണാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ എൻഡായിരിക്കുന്നത്, ഓക്കെ, ഡെത്ത് ആയിരിക്കുന്നത്, റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങളിൽ നിന്ന് എന്താണോ വിട്ടു പോയിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്നൊരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുകയാണ്. വളരെ സ്പീഡിന്, ഓക്കെ, വളരെ സ്പീഡിന് വരാൻ പോവുകയാണ്. സണ്ണ് യൂണിവേഴ്സ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ജീവിത അവസാനം വരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പം യൂണിവേഴ്സിനോട് ചോദിച്ചു എന്താണ് ലൈഫിലേക്ക് വരുന്നത്. അപ്പം ആ വ്യക്തി നിങ്ങൾക്ക് അന്ത്യം വരെയും നല്ല വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾക്ക് ഇനിയും കർമ്മ ബാക്കിയുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് കർമ്മ അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും, ബാക്കി കർമ്മ കൂടി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് റിലേഷൻ ഡെത്താക്കി പോയിട്ടുള്ള റിലേഷനാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. കൗൺസിലിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു കൗൺസിലറെ കണ്ട് റിലേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ രണ്ടുപേരും, പേഴ്സണും നിങ്ങളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ്, രണ്ടുപേരും നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണ് ആ ന്യൂ ബിഗിനിങ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്താണ് ന്യൂ ബിഗിനിങ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ന്യൂ ബിഗിനിങ് എന്താണ്? 2 കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, ചില വ്യക്തികൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ചില വ്യക്തികളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ പോകുന്നു, ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മറ്റ് ചില വ്യക്തികളുടെ ലൈഫിൽ നിന്ന് പേഴ്സൺ എന്നേക്കുമായിട്ട് മാറിപ്പോയ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ സമ്പത്തും കൊണ്ട്, നിങ്ങളുടെ പണവും കൊണ്ട് പോയിട്ടുള്ള വ്യക്തികൾ, ചില വ്യക്തികൾ ഒരുപാട് പെയിൻ നിങ്ങൾക്ക് തന്നുകൊണ്ട്, നിങ്ങളുടെ സമ്പത്തും കൊണ്ടൊക്കെ അകന്നു പോയിട്ടുള്ള ചില വ്യക്തികൾ കാണും. നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോയ വ്യക്തികൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്.
മറ്റ് ചില വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്താണോ സാമ്പത്തികമായിട്ട് കണ്ടിട്ടുള്ളത്, ഗ്രോത്ത് കണ്ടിട്ടുള്ളത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ സ്പിരിച്വലായിട്ടാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ തുടർന്നുള്ള പഠനത്തെക്കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് തുറന്നു വരികയാണ്. ഓക്കെ, ഒരു ഗുഡ് ഫോർച്യൂണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കരിയർ ബേസിലാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസിൽ തന്നെയാണെങ്കിലും ഒരു ഫ്ലവറിംഗ് ആണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചില വ്യക്തികൾ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചില വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, വാഹനം വാങ്ങുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു ന്യൂ ബിഗിനിങ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ചില വ്യക്തികൾ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. മറ്റ് ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയത്ത് വാഹനം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. കമൻറ്റ് ചെയ്യുക, നിങ്ങൾ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പുതിയ കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. 3 ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? താങ്ക് യു. ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്ട്രെങ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികൾ മാനസികമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ സ്ട്രെങ്തിനെ കുറിച്ചാണ് യൂണിവേഴ്സിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ നോളജ് എന്താണ്, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് ഒരുപാട് നോളജ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന വ്യക്തി ആയിരിക്കാം. ഒരു ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കും, പെട്ടെന്ന് ദേഷ്യമോ വിഷമങ്ങളോ ഒക്കെ വരുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അത്രത്തോളം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് തളർന്നു പോകുന്ന ഒരു വ്യക്തി ആകരുത്. നിങ്ങൾ മനസ്സ് കുറച്ച് സ്ട്രോങ് ആക്കുക. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾ നേടുക. നിങ്ങളെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ തളർന്നു പോകാൻ അവരനുവദിക്കത്തില്ല. യൂണിവേഴ്സ് ഒരിക്കലും വേറൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തകർത്ത് കളയുവാനോ നശിപ്പിച്ച് കളയാനോ യൂണിവേഴ്സ് അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള വ്യക്തിയാണ്. എല്ലാവർക്കും ആ ഒരു പ്രൊട്ടക്ഷൻ കാണത്തില്ല. ചില വ്യക്തികളിൽ മാത്രമായിരിക്കും യൂണിവേഴ്സിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉള്ളത്. അപ്പം യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ ഡെവിൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേകമാണ്. ഇപ്പം ഏത് വ്യക്തിയിലാണോ യൂണിവേഴ്സ് ഒരുപാട് ഇപ്പം നന്മയുള്ള ഒരു വ്യക്തിയെ ഒരുപാട് ഫലം കായ്ക്കുന്ന മരത്തിൽ ഒരുപാട് കിളികളും അണ്ണാനും ഒക്കെ വന്ന് അതിനെ ശല്യം ചെയ്യുന്നത് പോലെ, നിങ്ങളിൽ ഒരുപാട് നന്മയുണ്ടെങ്കിൽ ഡെവിള് നിങ്ങളെ വന്ന് ഒരുപാട് വേദനയിലേക്ക് തള്ളിയിടും. റിലേഷൻഷിപ്പിലായാലും ശരി തന്നെ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് വേദന നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങളിൽ അധികം ഫലമുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ശല്യം ചെയ്യുന്നതിന് വേണ്ടി ഡെവിള് വന്നിരിക്കും. അപ്പം നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കി വെക്കണം. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ ഏറ്റവും പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഈ 2 വ്യക്തികളും ധരിച്ചിരിക്കുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളറുള്ള ഡ്രസ്സ് ശരീരത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾ പ്യൂരിറ്റി ഉള്ള വ്യക്തികളാണ്. ഒരുപാട് മോശമായ ചിന്തകളില്ലാത്ത വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ളത്. അപ്പം നിങ്ങളിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ സ്ട്രോങ് ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് ഫെമിനാൻ മസ്കുലൻ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് ഇമോഷൻ ആകാനും പാടില്ല, ഒരുപാട് സ്ട്രോങ് ആകാനും പാടില്ല. അതൊന്ന് ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം. നിങ്ങളുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുറച്ച് ബാലൻസിങ്ങിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത്രത്തോളം ബാലൻസിങ്ങിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു ശില്പി എങ്ങനെയാണോ ഒരു ശില്പം അതിൻ്റെ അത്രയും ബാലൻസിങ്ങിൽ അത് വർക്ക് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ശില്പം രൂപം കൊടുത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
അതുപോലെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരണം. ഏതൊരു ഇമോഷൻ മറ്റൊരു റിലേഷൻ്റെ ബേസിൽ നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവ് ആയി ഒരുപാട് ഇമോഷണലായിട്ട് കരയാനും പാടില്ല, ഒരുപാട് ദേഷ്യപ്പെട്ട് നിങ്ങളെ തന്നെ തകർക്കാനും പാടില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ബാലൻസിങ്ങിൽ വരിക എന്നുള്ളതാണ്. ഓക്കെ, എത്രത്തോളം സമയം അല്ലെങ്കിൽ അത്രത്തോളം ക്ഷമയോടുകൂടി ഒരു കല്ലിനെ ഒരു രൂപമാക്കി വരുത്തുന്നതിന് ഒരു ശില്പിയിൽ ഉണ്ടായിരിക്കേണ്ട ക്ഷമ എത്രത്തോളമാണോ അത്രത്തോളം ക്ഷമ നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് കൂടി നിങ്ങൾ വാങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾ കേൾക്കുക. കാരണം നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ് ഉള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കൗൺസിലിങ് നിങ്ങൾ ചില വ്യക്തികൾ കാരണം യൂണിവേഴ്സുമായിട്ട് അടുത്തുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിൽ പോകുക. ഓക്കെ, കൗൺസിലിംഗ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എന്താണ് പോകേണ്ടത് എന്നുള്ള സഹായം നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസുമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി മാലാഖ ഇറങ്ങി വരും. അത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഏത് മതവിശ്വാസത്തിലാണെങ്കിൽ പോലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തിയെ ഇറക്കിയിട്ടുണ്ട്. ആ ശക്തിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു ചാവി കാണാം. ഈ ഒരു ഏഞ്ചലിൻ്റെ പക്കൽ കാണുന്ന ചാവി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ട് ഏഞ്ചൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ഇത്രയും റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു കൗൺസിലിങ്ങിലോട്ട് കടന്നു ചെല്ലുക. ബുദ്ധി ഉപദേശിച്ച് തരുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് മാനസികമായി തളർന്ന അവസ്ഥയിലായിരിക്കും. അപ്പം നിങ്ങളെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് നോളജ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇടപെടുക. അപ്പം നിങ്ങൾക്ക് ജീവിതം പഠിച്ച വ്യക്തികൾ, ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ച് വന്ന വ്യക്തികൾ നിങ്ങളെ ഉപദേശിക്കാൻ തയ്യാറാകുന്നതായിരിക്കും. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നമുക്ക് ക്ലാരിറ്റി എടുക്കാം ഇതിൻ്റെ കൂടി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ബാലൻസിങ്ങിൽ കൊണ്ടുവരും. ആദ്യം വന്ന കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ ഒരുപാട് ഇമോഷൻ ആകാതെ, നിങ്ങൾ ഒരുപാട് തകർന്നു പോകാതെ, നിങ്ങൾ തന്നെ പ്രാർത്ഥനയോടുകൂടി ഇമോഷണൽ പരമായിട്ടൊന്നും നിങ്ങൾ തകർന്നു പോകാതെ ദൈവത്തെ വിളിക്കുക. യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, കോൺഫിഡൻസോടുകൂടി നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ഹീലാവുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീലിങ്ങിൽ കൊണ്ടുവരിക. ഹീലാവുക, ആ മുറിവിനെ ഉണക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടുന്നുവെങ്കിൽ അത് തേടുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ലൈഫ് ബാലൻസിങ്ങിൽ വരും. ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അത് തന്നെയാണ് ആദ്യത്തെ കാർഡും വന്നിരിക്കുന്നത്, അവസാനത്തെ കാർഡും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെയിം കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുക, ഇതൊരു റിക്വസ്റ്റ് റീഡിംഗ് ആയിരുന്നു. പല വ്യക്തികളും പറഞ്ഞു മൂവ് ഓൺ ചെയ്യേണ്ടതാണോ, എന്താണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. എന്നോട് കമൻറ്റ് വഴി ചോദിച്ച റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് വഴി ചോദിക്കാനുണ്ടെങ്കിൽ, റീഡിംഗ് എടുക്കാനുണ്ടെങ്കിൽ അത് പറയുക, ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മക്കളെക്കുറിച്ച് റീഡിംഗ് എടുക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ ഒരുപാട് പ്രാവശ്യം കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ കാണുന്നില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ മക്കളെക്കുറിച്ച് റീഡിംഗ് എടുക്കുന്നതിന് എൻ്റെ അക്കൗണ്ടുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഫേസ്ബുക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കണം. മക്കളുടെ റീഡിങ് എല്ലാവർക്കും ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതല്ല. പക്ഷേ മക്കളെക്കുറിച്ച് ഒരു റീഡിംഗ് എടുക്കുന്നത് കൊണ്ട് മക്കളെന്ന് പറഞ്ഞ് തന്നെ മെസ്സേജ് ഇട്ടെങ്കിൽ മാത്രമേ ഞാനത് എനിക്ക് കാണാൻ പറ്റുള്ളൂ. മെസ്സഞ്ചറിൽ മക്കളെക്കുറിച്ച് റീഡിംഗ് എന്ന് പറഞ്ഞ് തന്നെ ഇടണം, എങ്കിൽ മാത്രമേ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കത്തില്ല. കാരണം എനിക്ക് പ്രൊഫഷണൽ വേറെ ജോലിയുണ്ട്. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ വേറൊരു വ്യക്തി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ പല പ്രാവശ്യവും കമൻറ്റിൽ കൂടി ഞാൻ പറഞ്ഞിരുന്നു. പേര്
ആദ്യത്തെ വേർഡ് മദനി എന്നാണ്. ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അക്കൗണ്ടുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ചെയ്ത് എന്നെ സഹായിക്കുക. എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്താൽ മതി. ഓക്കെ. ലക്ഷ്മി എന്ന് പറയുന്ന ഒരമ്മയുടെ മകൻ അമ്മയെ വിട്ട് ആ കുടുംബം വിട്ട് പോയിരിക്കുകയാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ വീഡിയോ ആ മകൻ്റെ മുന്നിലെത്തുകയാണെങ്കിൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെ ചുമന്ന ഗർഭപാത്രം വേദനിക്കുകയാണ്. നിങ്ങളെ വളർത്തി ഇത്ര വലുതാക്കിയ ആ അമ്മയുടെ കണ്ണുനീര് നിങ്ങൾ കാണാതെ പോകരുത്. മറ്റെന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. താങ്ക് യു.